വോട്ട് കിട്ടാൻ ഇനി രാഷ്ട്രീയക്കാർ എന്താണ് ചെയ്യേണ്ടത്? പല വഴികൾ നോക്കിയിട്ടും അവസാനം ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാണുമ്പോൾ എങ്ങനെയാണ് ഇനി ഈ രാജ്യത്ത് ജനാധിപത്യ രാഷ്ട്രീയം തിരിച്ചു കൊണ്ടുവരിക എന്ന് സ്വാഭാവികമായിട്ടും ആരും സംശയിക്കും. കാരണം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നിരവധി പ്രചാരവേലകൾ നടന്നു, വളരെ ശക്തമായ ക്യാമ്പയിനുകൾ നടന്നു, മഹാഗഡ്ബന്ധൻ എന്ന പേരിൽ അതിശക്തമായൊരു മുന്നേറ്റം ഉണ്ടായി, വോട്ടിൻ്റെ SIRനെ കുറിച്ചുള്ള ആരോപണങ്ങളുണ്ടായി, ഇതൊക്കെ ഉണ്ടായി. മാത്രമല്ല 20 വർഷമായിട്ട് കടൽക്കിഴവനെ പോലെ അവിടെ ഇരിക്കുന്ന നിതീഷ് കുമാർ ഇനിയെങ്കിലും മാറിക്കൊടുക്കും എന്നുള്ള പ്രതീക്ഷ നാട്ടുകാർക്കുണ്ടായിരുന്നു, വോട്ടർമാർക്കുണ്ടായിരുന്നു, രാഷ്ട്രീയക്കാർക്കുണ്ടായിരുന്നു. 20 വർഷത്തിലേറെ ഒരാളെ എങ്ങനെയാണ് സഹിക്കുക? ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യം അതായിരുന്നു. 20 വർഷമായിട്ടൊരു നാട് ഭരിക്കുന്ന ഒരു മനുഷ്യനെ പിന്നെ ഇനിയെങ്കിലും നിങ്ങൾ വീട്ടിൽ പോയി വിശ്രമിക്കൂ എന്നല്ലേ നാട്ടുകാർ പറയേണ്ടത്? പക്ഷേ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്, ബീഹാറിലെ വോട്ടെടുപ്പിൻ്റെ പ്രത്യേകത നോക്കിയാൽ നിങ്ങൾ തന്നെ ഭരിച്ചാൽ മതി. പണ്ട് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭരിക്കണം, നിങ്ങൾ ഭരിച്ച് നാറണം, നാറി നശിക്കണം എന്ന് പറഞ്ഞ മാതിരി ബീഹാറിലെ വോട്ടർമാർ ഇപ്പോൾ നിതീഷിനോട് പറയുന്നത്, നിങ്ങൾ ഭരിക്കണം, നിങ്ങൾ തന്നെ ഭരിക്കണം, നിങ്ങൾ ചാവും വരെ ഭരിക്കണം എന്നുള്ള മട്ടിലാണ് ഇപ്പോഴത്തെ വോട്ടർമാരുടെ അവസ്ഥ. വലിയ തോതിലുള്ള മുന്നേറ്റമാണ് BJPക്ക് ഉണ്ടാക്കാൻ പറ്റിയത്, അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യത്തിന് സാധാരണ നിലയിൽ നമ്മൾ ഉത്തരം പറയേണ്ടത് സഫോളജിസ്റ്റുകളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാനീയക്കാരായിട്ടുള്ള ആളുകൾ. അവരെല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സ് എന്തെന്നറിയാൻ വേണ്ടിയിട്ടുള്ള പല വിദ്യകൾ പ്രയോഗിക്കാറുണ്ട്, സർവേകൾ നടത്താറുണ്ട്, വോട്ടർമാരോട് ചോദിക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ മിക്കവാറും കേസ് റിസൾട്ട് വരുമ്പോൾ അത് തെറ്റിപ്പോയിട്ടുണ്ടാവും. മുൻപത്തെ തവണയൊക്കെ തന്നെ വോട്ടെടുപ്പിൽ നരേന്ദ്രമോദിക്ക് 400 സീറ്റ് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ ആളുകൾ അതിൻ്റെ പകുതി പോലും കിട്ടാതെ വന്നപ്പോൾ തലചൊറിഞ്ഞു, എന്താ പറ്റിയെന്ന് അറിയാതെ. ഇത്തവണ വീണ്ടും അവർ പറഞ്ഞ് BJP ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് വോട്ടർമാരുടെ മനസ്സിനകത്തിരിക്കുന്നത് എന്നറിയാൻ ഒരു വഴിയുമില്ല. പക്ഷെ ഒരു കാര്യം വളരെ വളരെ കൃത്യമാണ്, അത് വോട്ടർമാർക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിയാൽ വോട്ട് അങ്ങോട്ട് കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നിതീഷ് കുമാറിൻ്റെ സർക്കാർ വോട്ടർമാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ച് കൊടുത്തു. വ്യാപകമായിട്ട് നാട് നീളെ നടന്നിട്ട് 10,000 വെച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. ഏതാണ്ട് 25 ലക്ഷത്തോളം ആളുകൾക്ക് 10,000 രൂപ വീതം കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു 25 ലക്ഷം ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ 2-3 പേര് ചേർന്നാൽ 75 ലക്ഷം വോട്ടർമാരായി. അപ്പം ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ 10,000 രൂപയുടെ ശക്തിയാണ് ഇത്തവണ നിതീഷ് കുമാറിന് അനുകൂലമായ വോട്ട് തരംഗം ഉണ്ടാക്കാൻ ഇടയാക്കിയത് എന്ന ഒരു തീരുമാനത്തിൽ മാത്രമേ നമുക്ക് എത്താൻ കഴിയൂ. അതായത് സർക്കാരിൻ്റെ പണം, നികുതി പണം എടുത്തിട്ട് പൊതിഞ്ഞ് കെട്ടിയിട്ട് ആളുകളുടെ കീശയിൽ കൊടുത്താൽ നിങ്ങൾക്ക് വോട്ട് ഇങ്ങോട്ട് കിട്ടും. ഇതിനെ സത്യത്തിൽ കറപ്ഷൻ എന്നല്ലേ പറയേണ്ടത്? ജനങ്ങളുടെ നികുതി പണം ജനങ്ങൾക്ക് ആവശ്യത്തിലുള്ള പൊതുസമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന കാര്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ആളുകളെ സ്വാധീനിക്കാൻ ഇങ്ങനെ കാശായിട്ട് കൊടുക്കുന്നത് ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുകയാണ്. ആ കിട്ടിയതിൽ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷേ തങ്ങളുടെ ഭാവിയിൽ തങ്ങൾ കുടിക്കേണ്ട കഞ്ഞി, തങ്ങളുടെ കുട്ടികൾ കുടിക്കേണ്ട കഞ്ഞിക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള പണമാണ് ഇങ്ങനെ ഇവർ വിതരണം ചെയ്യുന്നത് എന്നാലോചിക്കാനുള്ള ചിന്താശേഷിയൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾക്കില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ബീഹാറിലെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടർമാരുടെ മുമ്പിലുള്ള പ്രശ്നം അന്നത്തെ അരിയും അന്നത്തെ ആഹാരവുമാണ്. രാജ്യത്തിൻ്റെ ഭാവി, തങ്ങളുടെ കുട്ടികളുടെ ഭാവി, ജനാധിപത്യത്തിൻ്റെ ഭാവി, ഇതൊന്നും അവരെ ആരെയും ബാധിക്കുന്നില്ല. അവരതിനെക്കുറിച്ച് ബോധമിടുമല്ല. ഇന്നാട് അല്ലെങ്കിൽ മറ്റൊരു നാട്, വീണയിടം വിഷ്ണുലേഖം, പോയിടം പൊന്നമ്പലം. ഇതാണ് നമ്മുടെ നാട്ടിലെ വോട്ടർമാരുടെ സ്ഥിതി എന്ന് ആണ് ബീഹാർ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത്. ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം, അതൊരു പിന്നോക്ക പ്രദേശമാണ്, ദാരിദ്ര്യം കൊടികുത്തു വാഴുന്ന പ്രദേശമാണ്. അവിടെയുള്ള മഹാഭൂരിപക്ഷ ആളുകളും തൊഴിൽ തേടി മറ്റു പ്രദേശങ്ങളിൽ പോയിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് കാശിന് വോട്ട് എന്ന നിലയിൽ അവർ ചിന്തിച്ചാൽ അവർ കുറ്റം പറയാൻ കഴിയില്ല. ദാരിദ്ര്യം ആ നിലയിൽ അവരെ ചിന്തിപ്പിക്കുന്നു എന്ന് പറയാം. പക്ഷേ കേരളത്തിൽ എന്താ സംഭവിച്ചത്? കേരളത്തിൽ പിണറായി വിജയൻ്റെ 1ാം ഭരണം കഴിഞ്ഞ സമയത്താണല്ലോ ഈ നാട് നീളെ കിറ്റ് കൊടുത്തു തുടങ്ങിയത്. ആ കിറ്റിൻ്റെ ബലത്തിലല്ലേ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നത്. കേരളം വളരെ പുരോഗതി നേടിയൊരു പ്രദേശമാണ്. കേരളം വിദ്യാഭ്യാസപരമായി മുമ്പിലുള്ളതാണ്. ഒരു അപ്പർ മിഡിൽ ക്ലാസ് സൊസൈറ്റിയുള്ള കേരളമാണ്. അവിടെയും കിറ്റാണ് വോട്ടായിട്ട് മാറിയത്. ബീഹാറിൽ കാശാണ് വോട്ടായി മാറിയതെങ്കിൽ കേരളത്തിൽ കിറ്റാണ് വോട്ടായിട്ട് മാറിയത്. അപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്?
കിട്ടുന്ന കാശിന്, കിട്ടുന്ന കിറ്റിന് വോട്ട് എന്ന മട്ടിലാണ് നമ്മുടെ രാഷ്ട്രീയം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനാധിപത്യത്തെ സംബന്ധിച്ച് നമുക്ക് എന്ത് പറയാം, എന്ത് പറഞ്ഞാലും ശരി, അടിസ്ഥാനപരമായ ജനാധിപത്യം കിട്ടുന്ന വോട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് നാടിനെ എത്തിച്ചിട്ടുണ്ട് എന്ന ഒരു തോന്നലാണ് ഈ റിസൾട്ട് കൊണ്ടുവരുന്നത്.